മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ആത്യന്തികമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി? അതിന് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടോ? അങ്ങനെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ തന്നെ ആത്യന്തികമായി ഇതിൽ ശക്തമായൊരു പ്രതികരണം വരേണ്ടിയിരുന്നു, ഒരു പ്രതിഷേധം വരേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും കേട്ടില്ല. ഒരു നിസ്സംഗത എല്ലാ കാര്യങ്ങളിലും പൊതുവെ ബാധിച്ചിരിക്കുന്നു. ചില വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിൽ അതിൽ മാത്രം പ്രതികരിക്കുമെന്ന രൂപത്തിലേക്ക് പ്രതിപക്ഷം മാറുകയാണോ എന്ന സംശയമുണ്ട്. ഇല്ല, അത് സ്മൃതി അങ്ങനെ പറയാൻ ഒരു കാര്യമില്ല. കാരണം ജനകീയ വിഷയങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ പറഞ്ഞ ആയമാരുടെ വിഷയത്തിൽ, അവരുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതുവരെ നടന്ന എല്ലാ ജനകീയ വിഷയങ്ങളും പ്രതിപക്ഷം ഇടപെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു സസ്പെൻഷൻ കൊണ്ട് അവർ ഒതുക്കുന്ന രീതിയിൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടതുണ്ട്, നടപടി സ്വീകരിക്കുന്നത്. ഈ നടപടി സ്വീകരിക്കാനുള്ള നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിൻ്റെ ദുരുപയോഗമൊന്നും ഉണ്ടാകാൻ പാടില്ല, ബാലൻസ് ചെയ്ത് തന്നെ ചെയ്യണമെന്ന് തർക്കമൊന്നുമില്ല. പ്രശ്നം അവിടെയല്ല. യഥാർത്ഥ പ്രശ്നം ഈ നിലവിലുള്ള ഈ 9 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ ഗവൺമെൻറ് ഇവരുടെ, അതായത് കോമ്പീറ്റൻ്റ് ആയ മിനിസ്റ്റേഴ്സ് ഉണ്ടാകണം. കോമ്പീറ്റൻ്റ് ആയ സംവിധാനം ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഉണ്ടായാൽ ഇതിന് തടസ്സമുണ്ടാകും. അപ്പോൾ മിനിസ്റ്റേഴ്സിന് തന്നെ ധാർഷ്ട്യം. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ഹാരിസിനെ കുറിച്ച് പറഞ്ഞത്, ഇതേ സിവിൽ സർവൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡാണ് മിനിസ്റ്ററും കാണിക്കുന്നത്. അദ്ദേഹത്തോടുള്ള വാശി തീർക്കുകയാണ്, ഡോക്ടർ ഹാരിസിനോടുള്ള വാശി തീർക്കുകയാണ്. ഇത്തരം ആറ്റിറ്റ്യൂഡ് മാറുകയും വേണം. എന്നാൽ ഫെയർനെസ് ഇവിടെ നടക്കണമെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, മന്ത്രി അതിനകത്ത് ഇടപെടും, പ്രശ്നത്തിലേക്ക് പോകും, ജനങ്ങളെ ബാധിക്കുന്ന വിഷയം വന്നാൽ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളൊരു ഭീതി, അല്ലെങ്കിൽ ആ ഒരു തോന്നൽ സിവിൽ സർവൻറ്റിന് ഉണ്ടാകണം. നേരത്തെ ദിവ്യയുടെ കാര്യം പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. പി ദിവ്യയുടെ വിഷയത്തിൽ പറയുന്ന, അവർ പോയിന്റ് ഔട്ട് ചെയ്ത ഇഷ്യൂ എന്തായിരുന്നു? അവർ പറഞ്ഞ ഒരു കാര്യം നടന്നോ ഇല്ലയോ, അതിൻ്റെ പേരിൽ എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് നടക്കുന്നത്. ഞാൻ പറയുന്നത് അതല്ല. പാർട്ടി തീരുമാനിച്ച കാര്യം നടപ്പാക്കിയില്ല, അവനെ പിരിച്ചുവിടുക, അവനെ സ്ഥലം മാറ്റുക, അതൊന്നും അല്ല വേണ്ടേ. ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നില്ല എന്ന വിഷയം വരുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ആക്ഷൻ തന്നെയാണ്. അങ്ങനെ ഇടപെടുമ്പോൾ മാത്രമേ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം കിട്ടുകയുള്ളൂ. കാരണം ജനങ്ങൾക്ക് വേറൊന്നും ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച്, ഒരു MLA സംബന്ധിച്ച്, ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ച്, പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പാലിക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ ആളുകളാകുമ്പോൾ അത് നടപ്പാക്കുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ മന്ത്രിയെ വിളിച്ചറിയിക്കാനും വേണ്ട ഘടകങ്ങളെ അറിയിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കപ്പെടുമെന്നുള്ള ഒരു തോന്നലുണ്ടാകണം. അത് ജനകീയ വിഷയത്തിലാകണം. അല്ലാതെ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യത്തിൽ നിന്നില്ല എന്നുള്ളതല്ല വിഷയം. മറ്റൊരു വിഷയം കൂടെ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. സുധാകരൻ പറഞ്ഞതിനകത്ത് വേറൊന്ന്, മാവേലിക്കരയിലെ പാലം വീണ വിഷയം കൂടെ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത്, അവിടെ ഒരു പാലത്തിൻ്റെ ഗഡർ വീണ് 2 പേരും മരിച്ചു. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഗ്രാവിറ്റി എന്താണെന്ന് അറിയാമല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മന്ത്രിയെ 2 മാസം ജയിലിലിട്ട ആളാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ അദ്ദേഹം ഒരു മന്ത്രിയെ ജയിലിലിട്ടു. അവിടെ ഉണ്ടായിരുന്ന തർക്കം എന്താണെന്ന് വെച്ചാൽ, പാലാരിവട്ട പാലത്തിന് ബലക്കുറവുണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം ക്രൈം ഇട്ടിട്ട് അത് മന്ത്രിയിൽ വരെ എത്തിച്ചു. ആയിക്കോട്ടെ, മന്ത്രിയിൽ വരെ എത്തിക്കുന്ന സുഖമില്ലാത്ത സമയത്ത് അദ്ദേഹത്തെ അഴിമതി, അതെ, അങ്ങനെ ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ നടന്നതിന് മന്ത്രിയിലെത്തിക്കുന്നതിന് പോട്ടെ, മന്ത്രിയുടെ പേര് പറയാനുള്ള ധൈര്യം ആ പാർട്ടിയിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആ മന്ത്രിക്കെതിരെ നടപടി സ്വീകരിച്ച ഗവൺമെന്റ് ആണല്ലോ. ഒരു ശ്രീ മുഹമ്മദ് ഷാ, നിങ്ങളൊരു അന്വേഷണം നടത്തണമല്ലോ. അതല്ല, ഞാൻ പറയട്ടെ, പ്രതിപക്ഷത്തിനും മീഡിയയ്ക്കും ഒന്നും ക്രൈം രജിസ്റ്റർ ചെയ്യാനുള്ള ചുമതലയില്ല. അതിൻ്റെ ചുമതലയും ഉത്തരവാദിത്വവും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന ആളുകൾക്കാണ്. അവരുടെ ഉത്തരവാദിത്വം, 2 ആളുകളും മരിച്ചതിന് ശേഷം ഉറങ്ങിക്കിടക്കരുത്, നടപടി സ്വീകരിക്കണം. ഇതിനെന്താണ് അഴിമതി നടന്നിരിക്കുന്നത് നോക്കണം. അതിൻ്റെ പേരിൽ മന്ത്രിയെങ്കിൽ മന്ത്രി, സെക്രട്ടറി എങ്കിൽ സെക്രട്ടറി, അതിലേക്ക് എത്തിക്കാൻ കഴിയണം. മന്ത്രി ഇന്നയാളായതുകൊണ്ട് പറയാൻ പാടില്ല, വാ മൂടിക്കെട്ടി ഇരുന്നോണം. ആ ലോക്കൽ MLA ആരാണ്, അവർ ടേക്കപ്പ് ചെയ്യണം. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ടേക്കപ്പ് ചെയ്യണം. ആ ടേക്കപ്പ് ചെയ്ത്, കാരണം ഇദ്ദേഹം തന്നെ പറഞ്ഞു, സുധാകരൻ തന്നെ പറഞ്ഞു, ഞാൻ എന്നിട്ട് മന്ത്രിയെ 2 മാസം അകത്തിട്ടില്ലേ എന്ന് ചോദിച്ചു. അതിനർത്ഥം എന്താ? ഈ മന്ത്രിയെ അകത്തിടണ്ടേ? അല്ലെ ഈ മന്ത്രിക്കെതിരെ ഉണ്ടോന്നോ? അകത്തിടാനൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറയുന്നത്, അദ്ദേഹത്തിനെതിരെ കുറ്റകൃത്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സൂപ്പർവൈസറി ലാപ്സ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, സുധാകരൻ പറഞ്ഞ വാക്ക് ഇതാണ്, ഞാനിരുന്ന 5 വർഷത്തിൽ ഇങ്ങനെ ഒരു പാലവും വീണിട്ടില്ല എന്ന്. അതായത് ഞാൻ മാറിയതിനു ശേഷമുള്ള ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒരുപാട് പാലങ്ങൾ വീണിട്ടുണ്ട്. അത് മന്ത്രിയുടെ കഴിവുകളാണെന്നാണ് പറഞ്ഞതിനർത്ഥം. അല്ല, മന്ത്രിയുടെ സൂപ്പർവൈസറി ലാബ്സ് ആണെന്ന് അതിനർത്ഥം.
അതിനുവേണ്ടി നടപടികളുമായിട്ട് മുന്നോട്ട് പോകണ്ടേ? ആ നടപടി എടുക്കാതെ ടാർഗറ്റ് ചെയ്ത് വ്യക്തികളെ നോക്കി പാർട്ടി നോക്കിയിട്ടൊന്നും അല്ല നടപടി എടുക്കേണ്ടത്. നടപടിയുടെ പാലമാണ് വീണിരിക്കുന്നത്. ഇതേപോലെ തന്നെ നോർത്തേൺ കേരളയിലും പലയിടത്തും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ച കാര്യങ്ങൾക്ക് നടപടി സ്വീകരിക്കും. ഇപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെ തമ്മിലുള്ള നെക്സസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ പർട്ടിക്കുലർ കോൺട്രാക്ടറെ ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, എന്തുകൊണ്ടാണ്? 2 ജീവനങ്ങ് പോയില്ലേ? 2 ജീവൻ പോയ ഏത് സംഭവം ഉള്ളത്? അപ്പോൾ അതിനൊരു ഗ്രാവിറ്റി ഇല്ലേ? ആ ഇഷ്യൂവിനെ ടേക്കപ്പ് ചെയ്യാൻ തയ്യാറില്ല. ഏതായാലും സുധാകരൻ അത് പറഞ്ഞ സ്ഥിതിക്ക് അതൊരു ഇൻഫർമേഷനായി എടുത്തുകൊണ്ട് അതേലൊരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് കാര്യം കൊണ്ടുപോകണം. ഇതെങ്ങനെ സംഭവിച്ചു, ആർക്കൊക്കെ ഇതിനകത്ത് ലാപ്സസ് ഉണ്ട്, ആരൊക്കെയാണ് ഇതിനകത്തിന് അഴിമതി തന്നെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അഴിമതി ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അത് പരിശോധിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കരുതുകയാണ്. അത് സ്വീകരിക്കണമെന്ന് ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ തന്നെ പറഞ്ഞു. ഇല്ലെങ്കിൽ ജനകീയ വിഷയത്തിൽ മാറി നിന്നവരായിട്ട് അവർ മാറും. അതുകൊണ്ട് ഒരു പ്രതിപക്ഷം ടേക്കപ്പ് ചെയ്യാനുള്ള വിഷയങ്ങളൊക്കെ പ്രതിപക്ഷം ടേക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ വിഷയത്തിലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പ്രതിപക്ഷം പറയാത്തതിൻ്റെ പേരിൽ പ്രതിപക്ഷം പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ക്രൈം നടന്നിട്ടുണ്ടോ എന്ന് നോക്കുള്ളൂ, ഞങ്ങൾ ഭരണപക്ഷക്കാർ ക്രൈം ഇല്ല എന്ന് പറയാൻ വേണ്ടി ഇരിക്കുന്നവരാണ് എന്നുള്ള ധാരണ ഉണ്ടാക്കിയിട്ട് കാര്യം. Debate with Smriti Parathikkad.